സംസാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. തമിഴ് സംസാരമല്ല കേട്ടോ. അല്ലെങ്കിലും തമിഴർക്ക് നല്ല ബുദ്ധിയുണ്ട്. ഭാര്യയ്ക്ക് സംസാരം എന്ന് തന്നെയല്ലേ പേരിട്ടിരിക്കുന്നത്. ഒരു ബ്രില്യൻസ് അല്ലേ? നമ്മുടെ ലൈഫിൽ സംസാരത്തിനുള്ള ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. വെറും കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല അതിൻ്റെ മോട്ടീവ്. ഒരു കാര്യം പറയാനോ, ഒരു കാര്യം അറിയാനോ, ഒരു ബന്ധം തുടങ്ങാനോ, ഒരു ബന്ധം അവസാനിക്കാനോ സംസാരത്തിന് ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയുണ്ട്. അത് ചില സമയം വളരെ മനോഹരമാണ്, ചില സമയം ഒരു മൂർച്ചയുള്ള വാള് പോലെ അപകടകാരിയുമാണ്. ഒരു കുഞ്ഞിന്റെ സംസാരം കേൾക്കാൻ എന്ത് രസമാണ്. കുഞ്ഞിലെ നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും സംസാരത്തിന് കാതോർത്തിരിക്കും. എന്നാൽ അല്പം മുതിർന്നാൽ അവരുടെ സംസാരം നമ്മളിൽ ചിലർക്കെങ്കിലും അതൃപ്തി ഉണ്ടാക്കാറുണ്ട്. കാരണം എന്താണ്? സംസാരത്തിൽ കുറെ ഉപദേശം കൂടി കലർന്നിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ ഏറ്റവും സംസാരിക്കുന്നത് നമ്മളുടെ സുഹൃത്തുക്കളുമായി ആകും. എന്തും പറയാമല്ലോ അവിടെ. പിന്നീട് നമ്മുടെ ലൈഫ് പാർട്ണറായി വരുന്ന ആളോടാണ്. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പോൾ പിന്നെ സംസാരം മിൻസാരമാകും. ഞാൻ പണ്ട് അധികം സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ലായിരുന്നു. മിനിമം കമ്മ്യൂണിക്കേഷൻ, അതിനുവേണ്ടി മാത്രമായിരുന്നു എൻ്റെ സംസാരം. പിന്നീട് ഫ്രണ്ട്സ് ലൈഫിൽ വന്നപ്പോഴാണ് സംസാരം കൂടി തുടങ്ങിയത്. ഒരുപാട് സംസാരിക്കാൻ നല്ല സുഹൃത്തുക്കൾ ഉള്ളത് ഒരു ഭാഗ്യം തന്നെയല്ലേ? പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോൾ സംസാരം വീണ്ടും കൂടി. മോൻ കൂടി ആയപ്പോൾ നമ്മുടെ സംസാരം മറ്റുള്ളവരിൽ എന്തുമാത്രം സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കി. ഒരു ഇൻട്രോവേർട്ട് എന്നതിൽ നിന്നും ഇത്രയും സംസാരിക്കുന്ന ഒരാൾ എന്നതിലേക്കുള്ള എൻ്റെ യാത്ര തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ സംസാരിക്കാനും സംവാദിക്കാനും വളരെ ഇഷ്ടവുമാണ്. സോ ഗുഡ് കോൺവെർസേഷൻസ് വിത്ത് ഗുഡ് പീപ്പിൾ ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യു.